കർണാടക നിയമസഭയിലെ ചില എംഎൽഎമാരൊക്കെ വലിയ രീതിയിൽ ഉഴപ്പാണ് കേട്ടോ. കാരണം ഈ രാവിലെ എംഎൽഎമാര് നിയമസഭയിൽ വൈകി എത്തുന്നു, ഉച്ചഭക്ഷണത്തിന് പോകുന്നവർ പലരും സഭയിൽ തിരിച്ചെത്തുന്നില്ല എന്നുള്ള വലിയ പരാതികളുണ്ട്. അപ്പോൾ കർണാടകയിലെ ഹാജർ നില മെച്ചപ്പെടുത്താൻ സ്പീക്കർ കണ്ടുപിടിച്ച ഒരു സൂത്രമുണ്ട്. ഇപ്പോഴെല്ലാവരും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്നുള്ള കാര്യം കെ.വി. ശ്രീധരൻ തന്നെയായിരിക്കും പറഞ്ഞത്. ശ്രീധരൻ, എംഎൽഎമാർക്കിടയിലുള്ള ഈ ഉഴപ്പ് മാറ്റാൻ എന്ത് വഴിയാണ് അവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്? അല്ല, നമ്മൾ ഈ വാർത്ത കാണുമ്പോൾ പണ്ട് നമ്മൾ കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങിയിരുന്ന ചില ബിരുദന്മാരുണ്ടായിരുന്നു. നമ്മളൊക്കെ അതിൽ പെട്ട ആളുകൾ തന്നെയായിരുന്നു. അതുപോലുള്ള ചില ആളുകളാണ് ഇപ്പോൾ ഈ കർണാടക നിയമസഭയിലെ പല എംഎൽഎമാരും. ചിലരൊക്കെ രാവിലെ ഇപ്പം നമ്മളൊരു 9 മണിക്കൊക്കെ സഭ തുടങ്ങുകയാണെങ്കിൽ അവരൊക്കെ എത്തുന്നത് ചിലപ്പോൾ 10 11 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വൈകി വരവ് നിർത്താൻ വേണ്ടി സ്പീക്കർ ഒരു ഉപായം കണ്ടെത്തി. സ്പീക്കർ മലയാളിയാണ്, യു.ടി. ഖാദറാണ്. അദ്ദേഹം കണ്ടെത്തിയ ഉപായം എന്താണെന്ന് വെച്ചാൽ രാവിലെ നിയമസഭയിൽ തന്നെ പ്രത്യേക ബ്രേക്ക്ഫാസ്റ്റ് എംഎൽഎമാർക്ക് വേണ്ടി തയ്യാറാക്കുക. എന്നിട്ട് അപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വന്നു. കുറച്ച് എംഎൽഎമാരുടെ അറ്റൻഡൻസ് ഒക്കെ കൂടി. പക്ഷേ ഉച്ചയാവുമ്പോൾ നമ്മൾ ഈ 1 മണിക്കൊക്കെ ബെല്ലടിച്ച് ഇറങ്ങി ഓടാൻ കാത്തിക്കുന്ന പോലെ എംഎൽഎമാർ ഉച്ചയാകുമ്പോൾ ഊണഴിക്കാൻ എന്ന് പറഞ്ഞ് പോവും. പിന്നീട് പലരും തിരിച്ച് എത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അങ്ങനെയുള്ള ഉഴപ്പന്മാരെ കണ്ടുപിടിച്ച് അവരെ കൂടുതൽ സഭയിൽ ഇരുത്താൻ വേണ്ടിയാണ് അടുത്തൊരു ഉപായം കൊണ്ടുവന്നത്. ഉച്ചഭക്ഷണം കൂടി ഇപ്പോൾ അവർക്ക് തയ്യാറാക്കാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് കർണാടക നിയമസഭാ സ്പീക്കർ യു.ടി. ഖാദർ. ഏതായാലും ഈ സംഭവം ഇത് വാർത്തയോട് കൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായ പല കമൻറ്റുകളും വരുന്നുണ്ട്. ഇവർക്കെല്ലാം ഫൈൻ ഇടണം. അതായത് എല്ലാ ദിവസവും അറ്റൻഡൻസ് കുറഞ്ഞ അല്ലെങ്കിൽ വൈകിയെത്തുന്ന ആളുകൾക്കൊക്കെ ലേറ്റ് എൻട്രി ഫൈനൊക്കെ ഇട്ടാൽ അവരവിടെ ഇരിക്കും. അങ്ങനെയുള്ള ശിക്ഷകളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ട് മാത്രം അവരവിടെ ഇരിക്കില്ല എന്ന് തുടങ്ങിയ രസകരമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ജനങ്ങളുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു സ്ഥലമാണ് നിയമസഭ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികളെടുക്കാൻ ഒക്കെ എംഎൽഎമാരെല്ലാം ജനപ്രതിനിധികളെല്ലാം തന്നെ അവിടെ ഇരിക്കണം. നിയമസഭയിൽ മാത്രമല്ല, എല്ലാ തലത്തിലുള്ള ജനപ്രതിനിധി സഭകളിലെല്ലാം ഇങ്ങനെ പ്രതികളെല്ലാം ഇരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ഏതായാലും കർണാടക നിയമസഭാ സ്പീക്കർ അത്തരത്തിലൊരു നിർദ്ദേശം, അതിനുള്ള ഒരു ചവിട്ടുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കിയത്. വല്ലാത്തൊരു വഴിയാണ് കണ്ടുപിടിച്ചത്. നമ്മുടെ ക്ലാസ്സിലേക്ക് ഉഴപ്പന്മാരെയും ക്ലാസ് കട്ട് ചെയ്യുന്നവരെയൊക്കെ പിടിച്ചിരുത്താൻ സ്കൂളിലും കോളേജിലൊക്കെ പ്രയോഗിക്കുന്ന ചില പൊടിക്കൈയൊക്കെ പോലെ ആയിപ്പോയത്. ശരി.